എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടകം 31-ാം തീയതി വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഒരു വീഡിയോയിലേക്ക് കടക്കാം. തുലാക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. വ്യാഴം 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണെങ്കിലും ശുക്രന്റെ രാശിയിൽ ജനിച്ച നിങ്ങൾക്ക് 6-ാം ഭാവാധിപനായ വ്യാഴം 8-ൽ മറയുന്നതും ഒരു വിധത്തിൽ നല്ലതാണ്. ചുറ്റുമുള്ള ആളുകളുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് അറിയാൻ അവസരമുണ്ടാകും. അതേസമയം എന്ത് കാര്യം ചെയ്യുമ്പോഴും തടസ്സം വരാൻ സാധ്യതയുള്ള സമയമായതിനാൽ ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രം പുതിയ തൊഴിൽ തുടങ്ങുന്നത് പോലെ അധികം പണം ചെലവഴിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. കലാകാരന്മാർക്ക് ഒരു വശത്ത് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നാലും മറുവശത്ത് നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കും. ഉറക്കം കുറയും. ഇടയ്ക്കിടെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. അനാവശ്യമായ ചിലവുകളും വന്നു പോകും. മേടമാസം 31-ാം തീയതി വ്യാഴം 9-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറുകയും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി നന്നായി പഠിച്ച് പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. അനുകൂലമായ സ്ഥലം മാറ്റവും ഉണ്ടാകും. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് ഈശ്വരാനുഗ്രഹത്താൽ സന്താന ഭാഗ്യമുണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടം അധികരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നവർക്ക് ആരോഗ്യം മെച്ചപ്പെടും. 6-12 ഭാവങ്ങളിൽ രാഹുകേതുക്കൾ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെങ്കിലും ഇടയ്ക്കിടെ ചെലവുകളും വന്നു ചേരും. ഉയർന്ന നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. ഇടവമാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം രാഹുവിൻ്റെ സഞ്ചാരം ചില ദോഷഫലങ്ങളെയും കേതുവിൻ്റെ സഞ്ചാരം അനുകൂല ഫലങ്ങളെയും നൽകുന്നതാണ്. ആത്മീയ പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഏറ്റെടുക്കുന്ന ഉദ്യമങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. ദീർഘകാല സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ശനി 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലിയിലുള്ളവർക്ക് ജോലിസ്ഥലം മാറേണ്ട സാഹചര്യം വരാൻ സാധ്യതയുള്ള സമയമാണിത്. മീനമാസം 15-ാം തീയതി ശനി 6-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ജോലി, തൊഴിൽ, സാമ്പത്തികം പോലെയുള്ള പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കും. ഇപ്പോൾ ജോലിയിലുള്ളവർക്ക് പ്രമോഷനും അനുകൂലമായ സ്ഥലം മാറ്റവും ഉണ്ടാകും. താൽക്കാലിക ജോലിയിലുള്ളവർക്ക് ജോലി സ്ഥിരപ്പെടും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ പകുതി മുതലായിരിക്കും തുലാക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങൾ കൂടുതലായി ലഭിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.